കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഐശ്വര്യമായി തന്നെ പിക്സൽ ആർട്ടിലാണ് തുടങ്ങുക. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വെക്കേഷനിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഞാൻ വീട്ടിലില്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് വെക്കേഷനായിട്ട് ഇത്രയും ലാഗായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. വീട്ടിലുണ്ടെങ്കിലേ പറ്റുള്ളൂ, വീട്ടിലില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് സ്കെച്ച് പെന്നോ കളർ പെൻസിലോ CD മാർക്കറൊക്കെ യൂസ് ചെയ്യാം. പെയിൻറ്റ് യൂസ് ആക്കരുത്. പെയിൻറ്റ് യൂസ് ആക്കിയാൽ അതൊരു വാട്ടറി ടെക്സ്ചർ ആയതുകൊണ്ട് അത് രണ്ട് കളർ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി സ്പ്രെഡ് ആവും. അപ്പം നമുക്ക് നീറ്റായിട്ട് കിട്ടൂല. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ കാര്യം നോക്കാം. ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി. ഈ സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലും ഗ്രിഡ് പോലെയുള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മാർക്ക് ചെയ്ത ഭാഗം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പിക്സൽ ആർട്ടിലെ ഗ്രിഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തീരെ പെർഫെക്ഷൻ ഇല്ലാന്ന്. നിങ്ങൾക്ക് ഗ്രിഡുള്ള നോട്ട്ബുക്കിലെ പേപ്പേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ പിക്സൽ ആർട്ട് അതിൽ വെച്ച് കാണുന്ന ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയുള്ള സംഭവം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വാളിൽ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡെസ്കിൽ ഇതുപോലെ ഒന്ന് ചാരി വെച്ച് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.